ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ മഹാഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവേശ്വരൻ വൈകുണ്ഠപഥം പൂകി. ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണു. പാണ്ഡവർ വനവാസത്തിന് പോയി. ഹസ്തിനപുരിയുടെ രാജാവായി പരീക്ഷത്തിനെ വാഴിച്ചു. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞത്. പാണ്ഡവർ വനവാസത്തിന് പോകുന്നതിന് മുമ്പായിട്ട് പരീക്ഷത്തിനെ ഹസ്തിനപുരിയുടെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീശുകനാണ് മഹാഭാഗവതം ഉപദേശിച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പരീക്ഷത്തിന് ചില കാര്യങ്ങൾ കൂടി അറിയണം എന്ന് തോന്നി. അദ്ദേഹം ചോദിക്കുകയാണ്, മുനീശ്വര, ഭഗവാന്റെ സ്വർഗാരോഹണ ദിവസം മുതൽ കലിയുഗം ആരംഭിച്ചിരിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. കലിയുഗത്തിൽ ഭൂലോകവാസികളുടെ അനുഭവം എന്തായിരിക്കും എന്നുകൂടി അങ്ങനെ ധരിപ്പിക്കണം എന്ന് പരീക്ഷിത്ത് പറഞ്ഞപ്പോൾ ശ്രീശുകൻ ഇങ്ങനെ പറഞ്ഞു. രാജപുങ്കവ, കലികാലം ഏതു വിധമായിരിക്കുമെന്ന് ഏതാണ്ട് അങ്ങേക്ക് ഊഹിക്കുവാൻ കഴിയും. അങ്ങ് കലിയെ കീഴ്പ്പെടുത്തിയിരുന്നുവല്ലോ. ഹരേ കൃഷ്ണ. ആ കഥ, അതായത് പരീക്ഷിത്ത് കലിയെ കീഴ്പ്പെടുത്തിയ കഥ നമ്മൾ ഭാഗവതത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പരാമർശിച്ചത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, എങ്കിലും കലികാലത്തിലുള്ള അനുഭവങ്ങൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം, അങ്ങ് കേട്ടാലും. എന്നിട്ട് വ്യാസന്റെ പുത്രനായ ശ്രീശുകൻ കലിയുഗ വർണ്ണന ചെയ്യുകയാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. കലികാലത്ത് ദൈവഭക്തി മനുഷ്യരിൽ വളരെയധികം കുറയും. ദേവപൂജകളും യാഗങ്ങളും ഇല്ലാതെയാകും. ഭൂലോകവും സ്വർഗലോകവും തമ്മിലുള്ള ബന്ധങ്ങൾ വിടും. ദേവകൾ ഭൂമിയിൽ വരാതെയാകും. മഹർഷികൾ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി മറയും. രാജാക്കന്മാർ അധർമ്മികളായി പ്രജകളെ പീഡിപ്പിച്ച് ധനം ആർജിക്കും. പ്രജകൾ രാജാക്കന്മാരെ വധിക്കുകയും കാലാന്തരത്തിൽ രാജഭരണം അവസാനിക്കുകയും ചെയ്യും. ഭൃത്യന്മാർ യജമാനന്മാരായും യജമാനന്മാർ തെണ്ടികളായും തീരും. പുണ്യധർമാദികൾ വെടിഞ്ഞ് ധനത്തിനു വേണ്ടി മനുഷ്യൻ എന്തു കഠിന പ്രവൃത്തിയും ചെയ്യും. കളവും വഞ്ചനയും വർദ്ധിക്കും. സത്യവും സദാചാരവും നാട്ടിൽ നിന്ന് മറയും. തൽസ്ഥാനത്ത് അസത്യവും വഞ്ചനയും തഴച്ച് വളരും. ആത്മാർത്ഥത എന്നുള്ളത് ഒരിക്കലും ആരിലും കാണുകയില്ല. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും വഞ്ചിക്കും. പാതിവൃത്യം എന്ന പരിശുദ്ധി സ്ത്രീകളിൽ തീരെ ഇല്ലാതാകും. പുരുഷന്മാരെ തേടി സ്ത്രീകൾ സഞ്ചരിക്കും. ശുദ്ധമായ പ്രേമം ദമ്പതികളിൽ കാണുകയില്ല. രതിസുഖം മാത്രമായിരിക്കും ഭാര്യാഭർതൃ ബന്ധത്തിനുള്ള അടിസ്ഥാനം. സുരതം സുഖമെന്ന് കണ്ട് പത്നിയുടെ സഹോദരിമാരെയും മാതാവിനെ പോലും
എന്തിനു പറയുന്നു, സ്വന്തം സഹോദരിയെപ്പോലും മൃഗത്തെ പോലെ മനുഷ്യൻ ഭോഗിക്കുവാൻ തുടങ്ങും. കാര്യസാധ്യത്തിനു വേണ്ടി മാത്രമായിരിക്കും മാതാപിതാക്കൾ പുത്രന്മാരെ സ്നേഹിക്കുന്നത്. മക്കൾക്കും മാതാപിതാക്കളോട് യാതൊരു സ്നേഹവും ഉണ്ടാകുന്നതല്ല. ധനമുള്ളവൻ വലിയവനായിത്തീരും. ധനത്തിനു വേണ്ടി എന്ത് അധർമ്മം ചെയ്യുവാനും മനുഷ്യൻ മടിക്കുകയില്ല. സ്ത്രീവധം, ബാലവധം, ബ്രാഹ്മണവധം മുതലായവയും അതിനുവേണ്ടി നടക്കും. ദ്രവ്യം ആർക്കും ഉപയോഗപ്രദമാകാത്ത വിധം മണ്ണിൽ കുഴിച്ചിട്ട് ദ്രവ്യനാശവും അവർ വരുത്തും. സമ്പാദ്യമായിരിക്കും അവരുടെ ഉദ്ദേശം. മനുഷ്യായുസ് അന്ന് വളരെ കുറയും. എങ്കിലും ആശയ്ക്ക്, അതായത് ആഗ്രഹത്തിന് യാതൊരു കുറവും വരികയുമില്ല. ബ്രാഹ്മണവൃത്തിക്ക് കോട്ടം തട്ടും. പൂണുനൂൽ മാത്രമായിരിക്കും ബ്രാഹ്മണർക്കുള്ള അടയാളം. ജപധാന്യാദികളും ശുദ്ധമായ ജീവിതവും അവർ വെടിയും. സന്യാസിമാർ കപടവേഷധാരികളായി തീരും. ഉദരപൂരണത്തിനു വേണ്ടി, അതായത് വയറിനു വേണ്ടി താടിയും ജടയും വളർത്തി കാഷായവും ധരിച്ച് അവർ തീർത്ഥാടനത്തിന് ഇറങ്ങും. മാദകമായ മദ്യത്തിൽ മനുഷ്യന് ആസക്തി പെരുകും. മധുവും മധുവാണിയും വശീകരണ ഉപാധികളായി തീരും. അതായത് മദ്യവും സ്ത്രീയും വശീകരണത്തിനുള്ള ഉപകരണങ്ങളായി തീരും. ഗുരു ശിഷ്യ ബന്ധത്തിന് നാശം സംഭവിക്കും. തരം കിട്ടിയാൽ ഗുരുപത്നിയെ ശിഷ്യനും ശിഷ്യപത്നിയെ ഗുരുവും പരിഗ്രഹിക്കും. പ്രകൃതിയോട് പോലും മനുഷ്യൻ മത്സരത്തിന് തയ്യാറാകും. അതുമൂലം പ്രകൃതി കോപങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാലാകാലങ്ങളിൽ മഴ കാണുകയില്ല. അതോടുകൂടി കൃഷിനാശം സംഭവിക്കും. അതിൻ്റെ ഫലമായി ദാരിദ്ര്യം വർദ്ധിക്കും. മനുഷ്യൻ്റെ ആയുസ് പോലെ അവൻ്റെ ദേഹബലവും ദൈർഘ്യവും ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും. വേദപുരാണങ്ങളെ കള്ളച്ചരക്കാക്കി കണക്കാക്കി ദൈവത്തെ പോലും മനുഷ്യൻ അപഹസിക്കുവാൻ തുടങ്ങും. അങ്ങനെ പാഷണ്ഡികളായ മനുഷ്യർ കലിയുഗത്തിൽ വർദ്ധിക്കും. പ്രകൃതി കോപം മൂലമുണ്ടാകുന്ന നാശങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അകാല മരണങ്ങൾ വർദ്ധിക്കും. പലവിധ രോഗങ്ങൾ ആ കാലത്ത് കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി പണ്ടത്തെ പോലെ വിളയുകയില്ല. വൃക്ഷങ്ങൾ വേണ്ടവണ്ണം കാഫലം തരുകയില്ല. ദാരിദ്ര്യം വർദ്ധിക്കും. എവിടെയും കലാപങ്ങൾ നടമാടും. വീടുകൾ അങ്ങാടി പോലെയാകും. കച്ചവടക്കാർ കൊള്ളലാഭമെടുക്കും. കൊള്ളലാഭമെടുത്ത് അവർ കുബേരന്മാരാകും. പക്ഷേ കാലക്രമേണ അവർ സ്വയം നശിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ കലികാലത്തിൽ സംഭവിക്കും എന്ന് ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. അതിലൂടെ നമുക്കും മനസ്സിലായി, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മളും
അതൊക്കെ ചെയ്യുന്നുണ്ടാകും അല്ലേ? വീടുകൾ അങ്ങാടി പോലെയാകും എന്ന് പറഞ്ഞിരിക്കുന്നല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കലികാല വർണ്ണന ചെയ്തത്. എല്ലാം വിൽപ്പനയാണ് അല്ലേ? പച്ചവെള്ളം പോലും വിൽക്കും. കൊള്ള ലാഭമാണ് എടുക്കുന്നത്. വട്ടിപ്പലിശക്കാരെ കൊണ്ട് ഒരു നിവർത്തിയുമില്ല, ഒരു ദയയുമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഇതൊക്കെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കലികാല വർണ്ണന. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.